സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S23 നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കിതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാമെന്ന് വെച്ചാൽ നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിന് ശേഷം പെർഫോമൻസ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ UI ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് നോക്കി. ഞാൻ അത്ര ഹെവി ഗെയിമറൊന്നുമല്ല, കാഷ്വലായിട്ട് ഗെയിംസൊക്കെ കളിച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വല്ലതും പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ അപ്പോൾ മറ്റേ S23 യൂസേഴ്സിനും അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തത് ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ കുറേ യൂസേഴ്സ് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ചെറുതായിട്ട് ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെന്ന്. പക്ഷേ പേഴ്സണലി എൻ്റെ ഡിവൈസിൽ എനിക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടിയിട്ടില്ല. പക്ഷേ നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ഒരു ഇൻസ്റ്റഗ്രാം ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഫോൺ ഒന്ന് വാം ആവുന്നുണ്ട്. പക്ഷേ ആ ഒക്ടോബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ നവംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ കുറച്ച് നേരം ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് വാം ആവുന്നുണ്ട്. പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇതുവരെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ബാറ്ററി ബാക്കപ്പിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ നവംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ച നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കി. നോർമലി ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറ് അതേമാതിരി യൂസ് ചെയ്ത് നോക്കി. എനിക്ക് നോർമലി എത്രയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടാറ് ആ സെയിം സ്ക്രീൻ ഓൺ ടൈമിനെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. എനിക്കിവിടെ ഒരു ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടിയിട്ടില്ല. പക്ഷേ കുറച്ച് യൂസേഴ്സിന് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ തോന്നിക്കുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഒരു ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടിയിട്ട് എൻ്റെ S23. ഇപ്പം നിങ്ങൾക്ക് വല്ലതും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ വല്ലതും തോന്നിക്കുകയാണെന്ന് വെച്ചാൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം നമുക്കറിയാൻ പറ്റില്ല എത്ര പേർക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെന്ന്. ഓക്കെ, ക്യാമറേനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ക്യാമറ ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ക്യാമറയിൽ ഒരു മാറ്റവും കാണാൻ കിട്ടിയിട്ടില്ല. ഇവിടെ ഡൗൺഗ്രേഡും ആയിട്ടില്ല, ഇമ്പ്രൂവും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാമ്പിൾസ് ഇടുന്നുണ്ട്, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, എൻ്റെ സാമ്പിൾസ് ഇടുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക. ഇങ്ങനെയാണ് ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ഇതൊക്കെയായിരുന്നു മാറ്റങ്ങൾ എനിക്ക് കാണാൻ കിട്ടിയത് എൻ്റെ ഡിവൈസിൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാറ്റം കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റ് S23 യൂസേഴ്സിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.